ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അല്ലു ദ നേച്ചർ വ്ളോഗ്. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലാണ് കേട്ടോ. സമയം ഏകദേശം ഒരു 5:25 ആയി. അതെ, ഇന്നൊരു ബോട്ട് യാത്ര തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബോട്ടിൽ ഒട്ടും സമയങ്ങളാതെ ഞാൻ ബോട്ടിലേക്ക് കയറി, കാരണം കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ ബോട്ട് എടുക്കുന്നതാണ്. ബോട്ടിൽ കയറി ലൈറ്റൊക്കെ ഓണായി, ബോട്ട് സ്റ്റാർട്ടായി, മുന്നോട്ട് നീങ്ങി. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതല്ലേ? ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും കായൽപ്പുറം വരെയുള്ള അതിമനോഹരമായ ഒരു ബോട്ട് യാത്രയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബോട്ട് കനാലിൽ നിന്നേ പുന്നമട കായലിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ്. ആ കായലിലേക്ക് അടുക്കുമ്പോഴത്തേക്കുള്ള അവിടെ നിന്ന് അടിക്കുന്ന ആ കാറ്റുണ്ടല്ലോ, അത് വേറെ ലെവലാണ് കേട്ടോ. ഭയങ്കര ഒരു ഫീലാണ് ആ കാറ്റ് നമ്മുടെ മുഖത്ത് നിന്ന് തഴുകി തലോടി പോകുമ്പോഴത്തേക്കും. പുന്നമട കായലിൻ്റെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ ബോട്ടങ്ങ് മുന്നോട്ട് പോവുക. ബോട്ട് മാസ്റ്റർ ടിക്കറ്റ് എടുക്കാനായിട്ട് വന്നു. ഞാൻ 2 ടിക്കറ്റ് എടുത്തത് 19 രൂപ പ്രകാരം 38 രൂപ എടുത്ത് 2 ടിക്കറ്റ് എടുത്തു. എൻ്റെ കൂടെ ഇന്ന് എൻ്റെ കൂട്ടുകാരനും ട്രാവൽ പാർട്ട്ണറുമായ സഞ്ചാരി ഫ്രം ട്രിവാൻഡ്രം വന്നിട്ടുണ്ട്. ആലപ്പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ജെട്ടിയിലേക്ക് പോകുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിൽ കയറുമ്പോൾ തന്നെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അവർ പഴനിക്ക് പോയി വന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അവരുടെ വീട് ഈ പുഞ്ചിരി ജെട്ടി ഭാഗത്താണ്. അപ്പം ഒട്ടുമിക്ക യാത്രക്കാർ അവിടെ ഇറങ്ങി. സാധാരണഗതിയിൽ ഈ ബോട്ടിൽ അങ്ങനെ അധികം യാത്രക്കാരൊന്നും കാണാത്ത. മുമ്പ് 2-3 പ്രാവശ്യം ഞാൻ ഈ ബോട്ടിൽ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇഷ്ടമുള്ളവർക്ക് കാണാൻ, ആഗ്രഹമുള്ളവർക്ക് കാണാം. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ ബോട്ട് ദേ നമ്മളെയും കൊണ്ട് അതിമനോഹരമായ കാഴ്ചകളുടെ വിരുന്നുകൾ സമ്മാനിച്ചുകൊണ്ട് ഓരോരോ ജെട്ടിയിൽ കവർ ചെയ്ത് ആളെ കയറ്റിയും ഇറക്കിയും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തു മനോഹരമായ കാഴ്ചകളാണ് ഈ അതിരാവിലെ നമുക്ക് സമ്മാനിക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല, അതോ സ്കൂൾ ഒക്കെ അവധി ആയതുകൊണ്ടാണോന്നും അറിയില്ല, ഒട്ടുമിക്ക ജെട്ടികളും കാലിയായി. അവിടെ യാത്രക്കാർ ഇറങ്ങാനോ കയറാനോ ഒന്നും അധികമായി കാണപ്പെട്ടില്ല. ഇനി ഈ ബോട്ടിനെ കുറിച്ച് പറയാം. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ 5:30 പുറപ്പെടുന്ന കായൽപ്പുറം ബോട്ടിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇത് വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട ബോട്ടോ കാര്യങ്ങളൊന്നും അല്ല. ഇത് അവിടുത്തെ യാത്രക്കാർ, അവിടുത്തെ ആലപ്പുഴയിൽ നിന്നും ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള യാത്രാ ബോട്ടാണിത്. പാസഞ്ചർ ബോട്ടാണ്. പിന്നെ എന്നെപ്പോലെ അല്ലെങ്കിൽ അതിരാവിലെയുള്ള കായലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ബോട്ട് യാത്രയാണ് ഇത് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 4 മണിക്കൂറാണ് അപ്പ് ആൻഡ് ഡൗൺ ഈ ബോട്ടിൻ്റെ യാത്രാ സമയം. വെറും 19 രൂപയ്ക്ക് 4 മണിക്കൂർ പുന്നമട കായലിൻ്റെയും കുട്ടനാടിൻ്റെ പരിസര പ്രദേശങ്ങളുടെയും കുട്ടനാടിൻ്റെ ആൾക്കാരുടെയും മനോഹരമായ കാഴ്ചകളും അവരെ അടുത്തറിയാനുള്ളൊരു സാഹചര്യമാണ് ഈ ബോട്ടിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റ് ബോട്ടുകളെ അപേക്ഷിച്ച് ഈ കായൽപ്പുറം ബോട്ട് ചെറിയ ചെറിയ തോടുകൾ കൂടെയൊക്കെ പോകാറുണ്ട്. ഒരുപാട് ചെറിയ തോടല്ല, എന്നാലും അത്യാവശ്യം ഒരു ബോട്ടിന് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള തോടുകളിലൂടെയൊക്കെ കനാലുകളിൽ കൂടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ബോട്ട് യാത്ര മറ്റ് യാത്രകളിൽ നിന്നും ഒരു പ്രത്യേകതയെ എനിക്ക് തോന്നിയത്. ഈ ബോട്ട് ചൂസ് ചെയ്യാനുള്ള കാരണവും അതാണ്. ബോട്ടിൽ ഞങ്ങളെ കൂടാതെ വളരെ വിരലിലെണ്ണാവുന്ന യാത്രക്കാർ മാത്രമുള്ളതിനാൽ വീഡിയോ എടുക്കാനൊക്കെ നല്ല സൗകര്യമായിരുന്നു. ഏത് സീറ്റിൽ പോകണമെങ്കിലും ഏത് വശത്തെ വ്യൂ എടുക്കണമെങ്കിലും നമുക്ക് ഒരു പ്രോബ്ലം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി. അത് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകി. ഇരുകരകളിലേക്കുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഈ വെളുപ്പാങ്കാലത്ത് സൂര്യൻ ഉദിച്ചു വരുമ്പോഴത്തേക്കുള്ള ആ ഗോൾഡൻ കളറ് വെള്ളത്തിലൊക്കെ ഇങ്ങനെ പ്രതിഫലിപ്പിക്കുമ്പോഴത്തേക്കുള്ളൊരു ആ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷ്വൽസ് ആയിരുന്നു അത്. കണ്ണിന് കുളിർമയേകുന്ന, മനസ്സിന് കുളിർമയേകുന്ന അതിമനോഹരമായ വിഷ്വൽസ് ആയിരുന്നു കേട്ടോ അതൊക്കെ. ഇതെല്ലാം കാണണമെങ്കിൽ നമ്മൾ ഈ സമയത്തുള്ള ബോട്ട് യാത്ര തന്നെ ചൂസ് ചെയ്യണം.
ഇതിന് ശേഷം ഒരു ബോട്ടുണ്ട്, സീ കുട്ടനാട് ബോട്ട്. എനിക്ക് തോന്നുന്നു 5:45 5:50 മറ്റോ ആണെന്ന് തോന്നുന്നു ആ ബോട്ട് യാത്ര ആരംഭിക്കുന്നത്. അതിൽ പോകണ പിന്നെ അപ്പർ ഡെക്കിൽ നിന്നുള്ള കാഴ്ചകളും കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പർ ഡെക്കിലുള്ള യാത്രയൊക്കെ കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണെന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല, വർത്താണ് ആ ബോട്ടിൽ പോകുന്നത്. കണ്ടോ ഈ കാഴ്ചകൾ കണ്ടോ, എന്ത് രസമല്ലേ. നമുക്കൊപ്പം തന്നെ പുറപ്പെട്ട ഒരു ബോട്ടിൻ്റെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ കാഴ്ചയെ കാണണമെങ്കിൽ നമ്മളിങ്ങനെ വെളുപ്പങ്കാലത്ത് മൂടിപ്പൊതിച്ചേർന്ന് ഉറങ്ങിയിട്ട് ഒരു കാര്യമില്ല, എഴുന്നേറ്റ് വരണം. മമ്മൂക്കാടെയും ലാലേട്ടൻ്റെയൊക്കെ സിനിമ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഫാൻ ഷോ ഒക്കെ 5 മണിക്ക് 4 മണിക്കൊക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ പോയി കാണുന്നില്ലേ, അതേപോലെയൊക്കെ തന്നെ വന്ന് കാണാൻ പറ്റുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് പ്രകൃതി നമുക്ക് സമ്മാനിക്കുന്നത്. എല്ലാവർക്കും അതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല, ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. നമ്മൾ ഉപയോഗിക്കുന്ന മറ്റേ ഗതാഗത സൗകര്യം പോലെ അല്ല ബോട്ട് യാത്ര ഒരിക്കലും. ബോട്ടിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരാണെങ്കിലും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരാണെങ്കിലും ഭയങ്കര സ്നേഹത്തോടെയാണ് നമ്മൾ പെരുമാറുന്നത്. നമ്മൾ വളരെ കാലമായി അറിയുന്നവരെ പോലെയാണ് നമ്മളോട് അവർ പെരുമാറുന്നത്. ഈ കമ്പി വളക്കാൻ നോക്കുന്നത് ഞാനാണ് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അത് ബോട്ട് ജെട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നിറയെ പാസഞ്ചേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ എൻ്റെ അടുത്തിരുന്ന ഒരു ചേച്ചി, ഞാൻ ആലപ്പുഴക്കാരനല്ല, അല്ലെങ്കിൽ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്ന ഭാവേന, അല്ലെങ്കിൽ ചേച്ചിക്ക് അറിയില്ലല്ലോ ഞാൻ എവിടെയാണെന്ന്. അപ്പം ചേച്ചി എന്നോട് അതിന്ന സ്ഥലമാണ്, അതിതാണ് എന്നൊക്കെ എന്നോട് പറയാൻ ശ്രമിക്കും. കാരണം ഞാനൊന്നും ആവശ്യപ്പെട്ട ഒന്നുമില്ല, കാരണം അത് അവരുടെ ഒരു കടമയാണ്. ഒരു കുട്ടനാടുകാരിയുടെ ഒരു ക്യാരക്ടറാണത്. അവരുടെ സ്ഥലത്തെക്കുറിച്ച് അത്രയ്ക്കും അഭിമാനത്തോടെ പറയുന്ന ചേച്ചിയെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് തോന്നിയത്. ശരിക്കും ഇതല്ലേ ഉത്തരവാദിത്വ ടൂറിസം എന്ന് പറയുന്നത്. അവരുടെ നാടിനെ കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുന്നതും അത്യഭിമാനത്തോടുകൂടി അത് പറയുന്നതും എല്ലാം അതൊക്കെ ഉത്തരവാദിത്വ ടൂറിസത്തിന്റെ ഭാഗമാണ്. ആരും അവരെ പറഞ്ഞു പഠിപ്പിച്ചതായിരിക്കില്ല, അവരുടെ മനസ്സിൽ നിന്ന് വരുന്നതായിരിക്കും. ഇതൊക്കെ തന്നെയാണ് മറ്റ് നാട്ടുകാരിൽ നിന്നും കുട്ടനാട്ടുകാരിൽ ഞാൻ കണ്ട ഒരു വ്യത്യാസം. ബോട്ട് അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് പതുക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടല്ല ബോട്ട് പതുക്കെ പോകുന്നത്. ചെറിയൊരു ഏരിയ അല്ലേ, അപ്പം ബോട്ടിൻ്റെ ഓളങ്ങൾ തട്ടിക്കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ, അതായത് വള്ളങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത ആകാത്ത രീതിയിലാണ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് നമുക്ക് രണ്ട് സൈഡിലും. പക്ഷെ ഒന്നിൻ്റെ കുറവ് എനിക്ക് നല്ലപോലെ അനുഭവപ്പെട്ടു. ഇപ്പൊ കൊയ്ത്ത് കഴിഞ്ഞിട്ട് പാടത്തിലെല്ലാം വെള്ളം കയറ്റിയിട്ടിരിക്കുക, അല്ലെങ്കിൽ വെള്ളം വറ്റിച്ച് അടുത്ത കൃഷിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയമാണ്. അപ്പം പച്ചപ്പും ഹരിതാപയും കുറച്ച് കുറവായിട്ട് തോന്നി ഈ സമയങ്ങളിൽ. എനിക്കൊന്നു ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും പുതിയ കൃഷി ആരംഭിക്കുകയും അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ കായൽപ്പുറം എന്ന സ്ഥലത്ത് ബോട്ട് എത്തിച്ചേരുകയും അവിടെ നിന്ന് ആലപ്പുഴയ്ക്കുള്ള മടക്കയാത്ര ആരംഭിക്കുകയും ചെയ്തു. മടക്കയാത്രയിൽ നമ്മൾ ടിക്കറ്റ് എടുത്തത് ഏകദേശം ഒരു 16 രൂപ ടിക്കറ്റാണെന്ന് തോന്നുന്നു. കന്നിട്ട ബോട്ട്-ജെട്ടിയിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ കന്നിട്ട ബോട്ട്-ജെട്ടിയിലെത്തി ബോട്ടിൽ നിന്നിറങ്ങി സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ യൂട്യൂബിലൂടെയൊക്കെ ഫേമസ് ആയ രാജായിക്കോടെ കടയിൽ കയറി പൊറോട്ട, ഇവിടുത്തെ പൊറോട്ടയ്ക്കും ബീഫിനും ഒക്കെ ഭയങ്കര ഒരു റിവ്യൂ ഒക്കെ കണ്ടാണ് കയറിയെങ്കിലും എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,
കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.